എൻ്റെ ഒരു മനസ്സിലെ ഒരു നായകൻ എന്ന് പറയുന്നത് അക്കാലത്തും എക്കാലത്തും മമ്മൂട്ടി തന്നെയാണ്. ആകാശം മുട്ട് ഒരു നടന്റെ ശബ്ദഗാംഭീര്യവും അതിൻ്റെ വിനിമയവും ഒക്കെ സംഭവിക്കുന്നത് കാണുന്നു. ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ തൻ്റെ സിദ്ധി കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ഭാവോജ്വലങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി ജീവിതത്തിന്റെ അകംപുറം നിറയുന്ന നടൻ. മലയാള സിനിമയെ സത്യം പറഞ്ഞാൽ ഒരു നാഷണൽ ലെവലിലോട്ട് എത്തിച്ച ആദ്യത്തെ വ്യക്തി ശ്രീ മമ്മൂട്ടി തന്നെ. അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം, സിനിമയാണ് അയാളുടെ നിശ്വാസം, ആശ്വാസം, എല്ലാം അയാൾക്ക് സിനിമയാണ്. ദേശഭാഷാ വ്യത്യാസങ്ങളില്ലാത്ത പകർനാട്ടത്തിലൂടെ കേരളത്തിന്റെ പൊതുവായ ദേശവും ശബ്ദവുമായി മാറി മമ്മൂട്ടി എന്ന മനുഷ്യൻ. മമ്മൂട്ടിയുടെ പരിമിതികളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ മമ്മൂട്ടിയാണ്. ആ നടൻ്റെ പിന്നിൽ ഒറ്റ പ്രസ്ഥാനം ഉണ്ടായിട്ടുള്ളൂ, അത് മമ്മൂട്ടി മാത്രം. ഏത് നായന്റെ മോനാണ് അറിയേണ്ടത് അവളുടെ കഴുത്തിൽ താലി കെട്ടുവൻ ആരാണെന്ന്? താളിക്കാൻ വന്ന ഭ്രാന്തൻ ഗുരുച്ചനാണ് പട്ടിക്ക് കൊടുക്കുന്നത്. കൈതരിക്കുന്ന പാമ്പിയുടെ കൊടിനെ കളയാൻ നോക്കണ്ട. താരിങ്ങനെ മാനത്തോട്ട് നോക്കി എനിക്ക് പടിഞ്ഞാറൻകാരൻ ഉണ്ടാക്കി വരണമെന്നറിയാം. ഇവന്റെ വാപ്പ ദുബായിലായിരുന്നു, ഇന്ന് കാണാമെന്ന്. അവസാനം നീ വന്നല്ലടാ. ചെറുക്കം പോലും അറിയാം നിന്റെ ബുദ്ധിയുണ്ട്. നീ എന്റെ അപ്പാവിടെ ജീവെടുത്ത ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചു. എന്റെ ആക്ഷന് കട്ട് പറയാൻ ഇവിടെ ഒരുത്തനുമായിട്ടില്ല. ചമ്മിക്കോ. ഇനി നടക്കാൻ പോണ മുള്ളിക്കളികളെ നമ്മളില്ല. നമ്മളെവരെന്താ പറയും? അപ്പൊ നടക്കട്ടെ, നല്ല ഈടിവെട്ടായി. എന്റെ കൈക്ക് നല്ല രാശി. இந்த பச்சைக்கண் தேவதையை கொடுக்கிறேன், பத்திரமா பார்த்துக்கன்னு கடவுளை கிட்ட ஒப்படைச்சிருக்காரு. ഭൂമിയുടെ ഈ മുനമ്പിൽ വെച്ച് 3 സാഗരങ്ങളെയും കന്യാകുമാരിയായ ദേവിയും സാക്ഷി നിർത്തി നരസിംഹമ്മ നാടിയാരുടെ ഭാര്യയായിരിക്കാൻ നിനക്ക് സമ്മതമാണ്? തനിക്ക് എന്നോട് വെറുപ്പാണെന്നറിയാം, പെട്ടെന്ന് അത് മാറൂല എന്നറിയാം. വെറുത്ത് വെറുപ്പിന്റെ അവസാനം എന്നെങ്കിലും താനെന്ന് സ്നേഹിച്ചു വിടും. എന്നെങ്കിലും ഒരിക്കൽ ഇഷ്ടമാണെന്നൊരു വാക്ക്. അവൾ എന്റെ ആരൊക്കെയാണെന്ന് തോന്നലുണ്ട് എനിക്ക്. கிளாப் போர்டு வச்சு கிளாப் அடிச்சு எடுக்கும்போது ஃபுல் எமோஷன். அந்த ஒரு கிளாப் அடிக்கிற ஒரு செகண்ட்ல, ஏன்னா அவ்வளோ ஒரு கமாண்ட், அவ்வளோ കൺട്രോൾ കണ്ടു എൻ്റെ കണ്ണ് നടക്കും. അതാണ് ആക്ടർ എന്ന് പറയുന്നത്. നമ്മൾ ആ ആക്ടർ മാത്രം കൂടി പറഞ്ഞാൽ മതി, നമ്മളും കട്ട് ചെയ്തിട്ട് കണ്ണു തുറന്നു. കാരണം അത്രയും ഇമോഷൻ, ആ ടൈമിങ്. ആര് പറഞ്ഞാലും നീ മാത്രം പറയരുത്, ഒരിക്കലും പറയരുത് ഗോപ, ഞാൻ എന്റെ മോനെ സ്നേഹിച്ചിട്ടില്ല. മമ്മൂട്ടി കരയുമ്പം നമ്മളും കരയും. മോഹൻലാൽ കരയുന്നതിനേക്കാൾ കൂടുതൽ മമ്മൂട്ടി കരയുമ്പോഴത്തേക്കും നമ്മൾക്ക് സങ്കടം വരും. സന്തോഷായി എനിക്ക്. അവ വന്നൂലോ, എനിക്ക് അത് മതി. ആ പെൺകുട്ടി ഇല്ലാത്തിന്റെ മോളെ കടിച്ചു കീർത്തി എന്നിട്ട് ചെന്നായ നോയിട്ട് മോൻ. അമ്മയും ഭാര്യയും പെങ്ങളും കുഞ്ഞുമൊക്കെ പെണ്ണാ സാറേ, ഒരുത്തരും അറിയത്തില്ല. എനിക്ക് ഭ്രാന്തില്ല. അവൾ എന്റെയാണ്, എന്റെ കുഞ്ഞിന്റെ അമ്മയാണ്. ഞാൻ എനിക്ക് താലിയാണ് അവളെ കത്തി കിടക്കുന്നത്. എന്റെ സ്വന്തം, എന്റെ മകൾ. അമ്മ വന്നല്ല, ഞാൻ പറഞ്ഞില്ല അമ്മ വരും. കരയാണെന്ന് പറയാൻ സമാധാനിപ്പിക്കാൻ. ഇത് ഏട്ടനെ ജയിക്കാനല്ല, ഇനി അങ്ങോട്ട് എന്റെ മുഖത്ത് നോക്കാതിരിക്കാനാ. മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഒരു അത്ഭുതമായിട്ട് അദ്ദേഹം മാറിക്കഴിഞ്ഞു. മലയാളത്തിൽ മാത്രമല്ല, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ സിനിമകളിൽ അഭിനയിക്കുകയും. പുണ്യള്ളറിയാത്ത ഭാഷ ഉണ്ടോ? Unfortunately, I was born a Hindu untouchable. It was beyond my power to prevent that. കാലി പിടിക്കാൻ കുഴിയുന്നവന്റെ മൂർധാവിൽ തുപ്പുന്ന സ്വഭാവം കാട്ടിയാൽ ഈ ഭൂമി മലയാളത്തിൽ മാധവനുണ്ണിക്ക് ഒരു മോന്റെ മോനും വിഷയമല്ല. ఏ పద్మశ్రీల కోసం త్యాగరాజ స్వామి అన్ని కీర్తనలు రాశారు చెప్పండి?
ನಿನ್ನ ಕರಳು ತೆಗ್ದಿ ಹೊರಗೆ ಆಗ್ಲೇ ಉಂಟು ಬವರಾಸಿ ರಂಟ ಮಗನೇ. അമ്മദാസിന്റെ കണ്ണ് പെട്ട വേണം തോന്നിയ എന്തും ചെയ്യും ഞാൻ. കൊല്ലണം തോന്നിയാ കൊല്ലും. മേലിൽ ബമ്പത്രവും പെട്രോളും കൊണ്ട് എന്റെ നേരെ വന്നാലുണ്ടല്ലോ തീയായിരിക്കും ഇവിടെ. ജഹന്നത്തിലെ തീ. പറയണ നായിന്റെ പോലെ സുന്ദരിച്ചാണോടാ? ചേട്ടത്തിനും പറഞ്ഞ നിന്റെ ചാങ്കിളി ഞാൻ പുറത്തു വരും കോട്ടി. നീ നിന്റെ മുഴുവൻ ക്രിമികീടങ്ങൾ ഒന്നിച്ചു വന്നാലും രാമനാഥന്റെ ഒരു രോമത്തിൽ തൊടാൻ പറ്റില്ല. നീ എന്നെ ഉണ്ടാക്കിയ തന്തയാണല്ലേ? അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ? അപ്പൊ ഞാൻ ആരാന്നറിയണം. അത്രയല്ലേ ഉള്ളു. മൈ നെയിം ഇസ് മുഹമ്മദ് കുട്ടി. But otherwise, without cinema, no life. Cinema is my life. എന്നെ സംബന്ധിച്ചിടത്തോളം അദഭ്യമായ സിനിമയോടുള്ള അഭിനിവേശം അല്ലെങ്കിൽ ആ അഭിനയ സങ്കേതത്തോടുള്ള അഭിനയം എന്ന് പറയുന്ന കലയോടോ അങ്ങനെ കലയാണെങ്കിൽ കലയോടുള്ള ഒരു ആവേശമാണ് എന്നെ നടനാക്കിയത്. ഒരുപക്ഷെ അങ്ങനെ എന്നിലൊരു കലാകാരനെ ഒരു നടനെ ഒന്നും ഒരിക്കലും ഞാൻ കണ്ടെത്തിയിട്ടില്ല. മറ്റു നടന്മാർ അഭിനയിക്കുന്നത് കാണുമ്പോൾ ഇതുപോലെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം മാത്രമാണ്. തേച്ച് മിനിക്കെടുത്താണ്. ഇനി തേച്ചാൽ ഇനിയും മെരുങ്ങും എന്നുള്ളതാണ്. Want the world to remember Mammootka. How long they will remember me? 1 year, 10 years, 15 years? Finished. Don't expect people to remember you till the end of the world. That won't happen to anybody. I am one among thousands of actors. How can they remember me more than a year, 10 years, 5 years? Or yearly once? Or once in 15 years? There is no hope for that. 42 കൊല്ലമായി വിട്ടിട്ടില്ല. നീ വിടത്തില്ല. ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ തൻ്റെ സിദ്ധി കഥാപാത്രങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കാനുള്ള ലോക സിനിമയെക്കുറിച്ച് തന്നെ അപ് ടു ഡേറ്റ് ആണ്. നിങ്ങളില്ലാതെ ഒരു 10 വർഷമെങ്കിലും മലയാള സിനിമ പോകില്ല. സുൽത്താൻ ഓഫ് സിനിമ അറിയാലോ മമ്മൂട്ടിയാണ്. പത്മശ്രീ ഭരത് മമ്മൂട്ടിക്ക് എന്തിന് ഇന്നും അടുത്തുപോലും ആർക്കും എത്താനൊക്കാത്ത വിധത്തിൽ കഴിവുകൊണ്ടും മികവുകൊണ്ടും ആകാര സൗന്ദര്യം കൊണ്ടും ശബ്ദം കൊണ്ടും അനുഗ്രഹിക്കപ്പെട്ട ഈ നടൻ സൂക്ഷ്മമായിട്ടും മലയാള മണ്ണിന്റെ സമ്പത്താണ്.